ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സാം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരും മടി പിടിച്ചിരിക്കരുത്, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്നത് ബയോളജി എന്ന ടോപ്പിക്കിലെ ആനുകാലിക വിഷയങ്ങളാണ്. 25 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. രാജ്യത്ത് ആദ്യമായി ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനം ഏതാണെന്ന്. രാജ്യത്താദ്യമായി ആൻറ്റിബയോഗ്രാം. എന്താണ് ആൻറ്റിബയോഗ്രാം എന്ന് പറഞ്ഞാൽ? ബാക്ടീരിയകൾക്ക് ആൻറ്റിബയോട്ടിക്കുകളോടുള്ള പ്രതിരോധശേഷി അളന്ന് ക്രോഡീകരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ആൻറ്റിബയോഗ്രാം എന്ന് പറയുന്നത്. അതാദ്യമായിട്ട് പുറത്തിറക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കേരളമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ആൻറ്റിബയോഗ്രാം? ബാക്ടീരിയകൾക്ക് ആൻറ്റിബയോട്ടിക്കുകളോടുള്ള പ്രതിരോധശേഷി അളന്ന് ക്രോഡീകരിക്കുന്നത്. സംസ്ഥാനത്ത് ആൻറ്റിബയോട്ടിക്കുകൾ വിതരണം ചെയ്യുന്ന കവറുകളുടെ ഏകീകൃത നിറം എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്? നീല നിറമാക്കിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്വാസകോശ അർബുദത്തിനെതിരെ ലങ് വാക്സ് എന്ന പേരിൽ ലോകത്തിലെ ആദ്യ പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കുന്ന രാജ്യമേത്? ഏതാണ്? അത് നമ്മുടെ ബ്രിട്ടനാണ്. ബ്രിട്ടൻ, അതായത് ലങ് വാക്സ് എന്ന പേരിൽ ലോകത്തിലേക്ക്, അതായത് ശ്വാസകോശ അർബുദത്തിനെതിരെയാണ് ലങ് വാക്സ്. ഏതാണ് പ്രതിരോധ വാക്സിൻ നിർമ്മിക്കുന്ന രാജ്യം എന്ന് പറയുന്നത്? ബ്രിട്ടനാണ്. ലോകത്താദ്യമായി ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വിജയകരമായി മാറ്റിവെച്ച രാജ്യമേത്? ഏതാണ്? അമേരിക്ക. അമേരിക്കയിലാണ് എന്ത് ചെയ്യുന്നത്? പന്നിയുടെ വൃക്കയെടുത്ത് മനുഷ്യനിൽ വിജയകരമായി മാറ്റിവെച്ച് സംഭവം സക്സസ് ആക്കിയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്ത്രീകളിലെ വിളർച്ച ഇല്ലാതാക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ത്രീകളിലെ വിളർച്ച ഇല്ലാതാക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? വിവാ കേരളം എന്നുള്ളത്. എന്താണ്? വിവാ കേരളം. ഓക്കെ, വിവാ കേരളമാണ് വിളർച്ച ഇല്ലാതാക്കാനായിട്ട് ആരംഭിച്ച പദ്ധതി. വിവാ കേരളം എന്നതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയാവോ? വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്, അതാണ് വിവാ എന്നതിൻ്റെ. ഉണ്ടോ? വിവാ, വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്, അതാണ് സ്ത്രീകളിലെ വിളർച്ച ഇല്ലാതാക്കാനുണ്ട്. ഈ വിവാ കേരളം ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്താണ് എന്ത്? മൈലപ്ര. നമ്മുടെ പത്തനംതിട്ടയിലെ മൈലപ്രയാണ് വിവാ കേരളം എന്ന ലക്ഷ്യം കൈവരിച്ച ആദ്യ പഞ്ചായത്താണ് മൈലപ്ര. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രതിരോധ വാക്സിൻ നൽകാൻ വിട്ടുപോയ ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും വാക്സിൻ നൽകുന്ന പദ്ധതി ഏത്? പ്രതിരോധ വാക്സിൻ നൽകാൻ വിട്ടുപോയവർക്ക് വേണ്ടി വാക്സിൻ നൽകുന്ന പദ്ധതിയാണ് എന്തെന്നറിയപ്പെടുന്നത്? മിഷൻ ഇന്ദ്രധനുഷ് യജ്ഞം 5.0 എന്നുള്ളതാണ് എന്ത്? പ്രതിരോധ വാക്സിൻ നൽകാനായിട്ട് വിട്ടുപോയവർക്ക് വീണ്ടും പ്രതിരോധ വാക്സിൻ നൽകാനായിട്ടുള്ള പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? മിഷൻ ഇന്ദ്രധനുഷ് യജ്ഞം 5.0 എന്നുള്ളത്. നെക്സ്റ്റ് പദ്ധതിയാണ് എന്ത്? കണ്ടൽക്കാടുകളും അതിനോടനുബന്ധമായ ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതി. കണ്ടൽക്കാട് സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതി അറിയപ്പെടുന്ന പേര് മിഷ്ടി എന്നാണ്. മിഷ്ടി, അതായത് മാൻഗ്രൂവ് ഇനീഷ്യേറ്റീവ് ഫോർ ഷോർട്ട് ലൈൻ ഹാബിറ്റാറ്റ് ആൻഡ് ടാൻജൻറ്റബിൾ ഇൻകം എന്നൊക്കെയാണ്. നമുക്ക് ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. മിഷ്ടി, കണ്ടൽക്കാടുകളും അതിനോട് അനുബന്ധമായ ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതിയാണ് എന്ത്? മിഷ്ടി എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? PM ഡിവൈൻ എന്നുള്ളതാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ പ്രശ്നങ്ങളെ ജീവിതശൈലി മാറ്റത്തിലൂടെ നേരിടാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് എന്ത്? മിഷൻ ലൈഫ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 75-ന് മുകളിൽ പ്രായമുള്ള മരങ്ങളെ സംരക്ഷിക്കുന്നതിനായി ബന്ധപ്പെട്ട് എന്താണ്? വായുദേവതയല്ല, വായുദേവത എന്ന പേരിൽ പെൻഷൻ പദ്ധതി ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് എന്ത്? ഹരിയാന.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. കേരളത്തിൻ്റെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനായി സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് എന്ത്? നെറ്റ് സീറോ എമിഷൻ പദ്ധതി. നെറ്റ് സീറോ എമിഷൻ പദ്ധതിയാണ് കേരളത്തിൻ്റെ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനായി സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാർബൺ ന്യൂട്രൽ കേരളം എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി ആരംഭിക്കുന്ന സാമൂഹിക വനവൽക്കരണ പദ്ധതിയാണ് എന്ത്? വൃക്ഷസമൃദ്ധി. അതായത് നല്ല ഇനം തൈകളൊക്കെ ഉൽപ്പാദിപ്പിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? വനേതര മേഖലകളിൽ വെച്ചുപിടിപ്പിക്കുന്നതാണ് എന്ത്? ഈ വൃക്ഷസമൃദ്ധി എന്ന പദ്ധതിയുടെ ലക്ഷ്യം. ആരവല്ലി നിരകളെ പുനരുജ്ജീവിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച വനവൽക്കരണ പദ്ധതി. ആരവല്ലി നിരകളെയാണ്, അതിൻ്റെ പേരെന്താണ്? ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതി എന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ചത് എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണ് ആദ്യ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ചത്. ആദ്യമായിട്ടായിരുന്നു ഒരു സംസ്ഥാനം പാരിസ്ഥിതിക ആശങ്കകൾ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു നയപ്രഖ്യാപനം ബജറ്റിനൊപ്പം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ചത് എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണ്. ഓക്കെ, അതേപോലെ തന്നെ ആദ്യ കടലാസുരഹിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം എവിടെയാണ്? ഉത്തർപ്രദേശാണ്. ഇനി വിദ്യാർത്ഥിനികൾക്ക് പ്രസവ അവധി നൽകുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാല. വിദ്യാർത്ഥിനികൾക്ക് പ്രസവ അവധി നൽകുന്നത് എവിടെയാണ്? നമ്മുടെ MG യൂണിവേഴ്സിറ്റിയിലാണ്. MG യൂണിവേഴ്സിറ്റി. ഇനി മറ്റേ ആർത്തവ അവധി എവിടെയായിരുന്നു? അത് നമ്മുടെ കുസാറ്റാണ്. രാജ്യത്തെ ആദ്യത്തെ ദേശീയ പൊതുജന ആരോഗ്യ മ്യൂസിയം വന്നത് എവിടെയാണെന്ന്? അതെവിടെയാണ്? അത് കൊൽക്കത്തയിലാണ്. രാജ്യത്തെ ആദ്യ ദേശീയ പൊതുജന ആരോഗ്യ മ്യൂസിയം വന്നത് കൊൽക്കത്തയിലാണ്. രക്തദാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആ ദിവസം അവധി നൽകുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാല. രക്തദാനം നടത്തുന്ന ദിവസം അവധിയാണ് സർവകലാശാലയാണ് ഏത്? കേരള സർവകലാശാല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംസ്ഥാനത്തെ ആദ്യ പന്നൽ ഉദ്യാനം നിലവിൽ വരുന്നത് എവിടെയാണ്? രാജമല എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ രാജമല. അവിടെ എന്താണ്? നമ്മുടെ നീലഗിരി താറൊക്കെ കാണുന്ന സ്ഥലമാണ്. ഇടുക്കി ജില്ലയിലെ രാജമലയിലാണ് പന്നൽ ഉദ്യാനം ആദ്യമായിട്ട് നിലവിൽ വരുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണെന്ന്? അത് മുട്ടം, അതായത് തൊടുപുഴയിലെ മുട്ടത്താണ് എന്ത് വന്നത്? സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലെ ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. 2023 ഡിസംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച ലക്കടോങ് മഞ്ഞൾ ഏത് സംസ്ഥാനത്തിൻ്റെ ഉൽപ്പന്നമാണ്? എവിടത്തെയാണത്? മേഘാലയ. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി നേടിയെടുത്ത ഒരു സർക്കാർ സ്ഥാപനമുണ്ട്. അതേതാണ്? നമ്മുടെ കേരള കാർഷിക സർവകലാശാലയാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഏകദേശം 21 സംതിങ് സാധനങ്ങൾ ഉണ്ടായിരുന്നു അതിന്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആസാദി കാ അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായി ഭൗമസൂചിക പദവി ലഭിച്ച ഏത് പഴവർഗ്ഗത്തിൻ്റെ പേരിലുള്ള തപാൽ സ്റ്റാമ്പാണ് പുറത്തിറക്കിയെന്ന്? ഏതാണ്? അത് വാഴക്കുളം പൈനാപ്പിളാണ്. പൈനാപ്പിളിൻ്റെ പേരിലാണ് എന്ത് വന്നത്? നമ്മുടെ ഒരു ആസാദി കാ അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഒരു തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. 2023 ഒക്ടോബറിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? തേജ്. ഒക്ടോബറിൽ രൂപം കൊണ്ടത് തേജാണ്. ഈ തേജ് ചുഴലിക്കാറ്റിന് പേര് നൽകിയത് നമ്മുടെ ഇന്ത്യയാണ് തേജ് ചുഴലിക്കാറ്റിന് പേര് നൽകിയത്. അതേപോലെ തന്നെ യമൻ, ഒമാൻ, സൗദി അറേബ്യ എന്നിവിടങ്ങളിലായിരുന്നു ഇത് എന്ത് ചെയ്തത്? നാശം വിതച്ചത്. ഇനി അതേപോലെ 2023 നവംബറിൽ എവിടെയാണ്? നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ വന്ന ചുഴലിക്കാറ്റാണ് എന്ത്? മൈഥിലി എന്നത്. പേര് നൽകിയത് മാലിദ്വീപാണ്. മാലിദ്വീപ് 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിലാണ്. അതേപോലെ ഒക്ടോബറിൽ തന്നെ ബംഗാൾ ഉൾക്കടലിൽ, നമ്മളിപ്പോൾ ഇത് അറബിക്കടലിൻ്റെ കാര്യമല്ലേ പറഞ്ഞത്, 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഒരു ചുഴലിക്കാറ്റുണ്ട്. അതിൻ്റെ പേരാണ് എന്താ?
ഹമൂണാണ്. അതേപോലെ അതിൻ്റെ പേര് നിർദ്ദേശിച്ചത് ഇറാനാണ്. ഓക്കെ, ബംഗ്ലാദേശിലാണ് അതിനെ ഏറ്റവും കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്തത്. ഈ ഹമൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചതുപ്പ് എന്നാണ്, ചതുപ്പ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 ലോക പ്രമേഹ ദിനത്തിൻ്റെ പ്രമേയം എന്ത്? ലോക പ്രമേഹ ദിനത്തിൻ്റെ പ്രമേയമാണെന്ത്? ആക്സസ് ടു ഡയബറ്റിക്സ്. എന്താണ് ആക്സസ് ടു ഡയബറ്റിക്സ് എന്നാണ്. എന്താണ് ആക്സസ് ടു ഡയബറ്റീസ് കെയർ. ഇതാണ് 2023 ലോക പ്രമേഹ ദിനത്തിൻ്റെ പ്രമേയം. എന്നാണ് വേൾഡ് ഡയബറ്റീസ് ഡേ എന്ന് പറയുന്നത്? നവംബർ 14. നവംബർ 14 എന്താണ്? ശിശുദിനം അല്ലേ? കുട്ടികൾക്കല്ലേ മധുരം ഏറ്റവും ഇഷ്ടം. അപ്പോൾ എന്താണ് പ്രമേഹം? മധുരവുമായി ബന്ധപ്പെട്ടൊരു അസുഖമല്ലേ പ്രമേഹം. അപ്പോൾ എന്നാണ് പ്രമേഹ ദിനം? നവംബർ 14. ഓക്കെ, അതേപോലെ ഇൻ്റർനാഷണൽ ഡയബറ്റിക്സ് ഫെഡറേഷൻ്റെ കണക്ക് പ്രകാരം ലോകത്തിലെ പ്രമേഹ രോഗികളുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2ാമത്തെ സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 2024 ലോക ജലദിനത്തിൻ്റെ പ്രമേയം. ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് വാട്ടർ ഫോർ പീസ്, സമാധാനം. ഇതാണ് ജലദിനത്തിൻ്റെ പ്രമേയം. എന്നാണ് ജലദിനം? മാർച്ച് 22 ലോക ജലദിനം. ഓക്കെ, അതേപോലെ ലോക കാലാവസ്ഥാ ദിനം എന്നാണ്? മാർച്ച് 23. 2024 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? 2024 പ്രമേയം ഓൾ ദ ഫ്രോണ്ടിയൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ എന്നുള്ളതാണ് 2024 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം. അതേപോലെ 24 എന്താണ്? ഇത് 2024 പ്രമേയമാണ്. 23 മാർച്ച് 23. ഇനി മാർച്ച് 24 എന്താണ്? ക്ഷയദിനമാണ് കേട്ടോ, ക്ഷയരോഗ ദിനം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എം.എസ്. സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എം.എസ്. സ്വാമിനാഥനുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പഠിക്കണം. കാര്യം എന്താണ്? അദ്ദേഹം ഈയിടക്ക് മരിച്ചിട്ടുണ്ട് അല്ലേ? 2023 സെപ്റ്റംബർ 28 അദ്ദേഹം അന്തരിക്കുകയുണ്ടായി. സോ അദ്ദേഹത്തിനെ പറ്റി നമ്മൾ പഠിച്ചിരിക്കണം. എം.എസ്. സ്വാമിനാഥൻ എന്താണ്? ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. എന്താണ് എം.എസ്. എന്നതിൻ്റെ ഫുൾ ഫോം? അതും പഠിച്ചു വെച്ചു. കഴിഞ്ഞ പ്രാവശ്യം സച്ചിദാനന്ദൻ്റെ ചോദിച്ചതാണ്, ഓർക്കുന്നില്ലേ? മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം, മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നത്. ഓക്കെ, ഇദ്ദേഹം വികസിപ്പിച്ച ഗോതമ്പിനമാണ് എന്ത്? സർബതി സൊണോറ എന്നതാണ് ഇദ്ദേഹം വികസിപ്പിച്ച ഗോതമ്പിനം. ഇദ്ദേഹം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചേ പറ്റുള്ളൂ. കാര്യം 2023 സെപ്റ്റംബർ 28 ഇദ്ദേഹം അന്തരിക്കുകയുണ്ടായി. മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നതാണ് ഫുൾ നെയിം. അദ്ദേഹം വികസിപ്പിച്ച ഗോതമ്പിനമാണ് എന്ത്? സർബതി സൊണോറ. ഓക്കെ, അപ്പോൾ ഏകദേശം കറണ്ട് അഫെയർസ് 25 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. അടുത്തൊരു ടോപ്പിക്കുമായിട്ട്, ഇത് ടോപ്പിക് റിലേറ്റഡ് കറണ്ട് അഫെയർ നമ്മുടെ LP UPക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്